نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم بسم الله الرحمن الرحيم والله الذي أرسل الريح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സർവലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എവരെയും ആമുഖമായി ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എന്ന പോലെ അതിശക്തമായിട്ടുള്ള മഴയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ട് വീടുകളിൽ വെള്ളം കയറി ഒരു നില വരെ മുങ്ങിയിട്ടുള്ള പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ. ഒരുപാട് ആളുകൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഉപേക്ഷിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരുപാട് ആളുകൾ ഇതിനോടകം ഈ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവൻ പോലും പിഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് അവന് ഏത് കാര്യവും അവന്റെ ഗുണപാഠമുള്ളതാണ്. ഏത് കാര്യത്തിലും അവന് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഴ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് പാഠങ്ങൾ
ഇതിങ്ങനെ ആകാശത്ത് നിന്ന് പേമാരികളൊക്കെ പെയ്ത് കുത്തിയൊലിച്ച് അങ്ങനെ പോവുകയില്ല. മറിച്ച് ആ മഴയ്ക്ക് നമ്മളോട് ചില വർത്തമാനങ്ങൾ പറയാറുണ്ട്. ആ മഴയ്ക്ക് നമ്മളോട് ചില താക്കീതുകൾ നൽകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴയെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. മഴയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ 60-ലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വ്യത്യസ്ത രീതിയിൽ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. മഴ എന്ന വാക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറായിന്റെ 28-ാമത്തെ വചനത്തിൽ മഴയെ പരിചയപ്പെടുത്തിയത് വൈസ് എന്ന പദത്തിലൂടെയാണ്. വൈസ്, മഴയ്ക്ക് വ്യത്യസ്ത പേരുകളുണ്ട്, വ്യത്യസ്ത രീതിയിലാണ് അല്ലാഹു മഴയെ പരിചയപ്പെടുത്തിയത്. സൂറത്ത് ശൂറായിൽ അല്ലാഹു മഴയെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് വൈസ് എന്നാണ്. വൈസ് എന്ന് വെച്ചാൽ കാരുണ്യത്തിന്റെ മഴയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹുവല്ലദീ യുനസ്സിലുൽ വൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. വഹുവ, അവനാണ് അല്ലദീ യുനസ്സിലുൽ വൈസ, നിങ്ങൾക്ക് വൈസിനെ ഇറക്കിയവൻ, മഴയെ ഇറക്കിയവൻ. മിൻ ബഅദി മാ ഖനതു, നിങ്ങളാകെ നിരാശപ്പെട്ടതിന് ശേഷം, വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് നിരാശനായി നിൽക്കുമ്പോ അല്ലാഹുവാണ് നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ മഴ കൊണ്ടുവന്ന് തന്നത്, കാരുണ്യത്തിന്റെ മഴ കൊണ്ടുവന്ന് തന്നത്. അവിടെ അല്ലാഹു ആശ്വാസകരമായിട്ടുള്ള മഴയെ പരിചയപ്പെടുത്തിയത് വൈസ് എന്ന പദത്തിലൂടെയാണ്. അതാണ് മഴയ്ക്ക് വ്യത്യസ്ത പേരുകൾ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയ്ക്ക് വേണ്ടി പ്രയോഗിച്ച മറ്റൊരു പദമാണ് മത്വർ. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മത്വർ എന്ന് കാണാൻ സാധിക്കും. എന്നാൽ മത്വർ എന്ന് പ്രയോഗിച്ച സ്ഥലത്തൊക്കെയും അല്ലാഹു പരിചയപ്പെടുത്തിയത് ശിക്ഷയായിക്കൊണ്ട്, താക്കീതായിക്കൊണ്ട് അല്ലാഹു ഇറക്കിയിട്ടുള്ള മഴയെയാണ് അല്ലാഹു മത്വർ എന്ന പേരിൽ പദത്തിലൂടെ പരിചയപ്പെടുത്തിയത്. സൂറത്ത് ശുഅറയിന്റെ 173-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, വഅൻസർനാ അലൈഹിം മത്വറാ ഫസാഅ മത്വറുൽ മുൻദരീൻ. സൂറത്ത് ശുഅറയിന്റെ 173-ാമത്തെ വചനം, വഅൻസർനാ അലൈഹിം മത്വറാ, അതിശക്തമായി കൊണ്ടുള്ള മത്വറിനെ നാം അവർക്ക് മേൽ നിയോഗിച്ചു. ലൂത്ത് നബിയുടെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് അതിശക്തമായി കൊണ്ടുള്ള മത്വർ കൊണ്ട്. ആദ് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് അത്തരത്തിൽ അത് സമാനമായി. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് വൈസ് എന്നല്ല, മറിച്ച് മത്വർ, അംതർന, അതിശക്തമായി കൊണ്ടുള്ള പേമാരി കൊണ്ട് നാം അവരെ ശിക്ഷിക്കുകയുണ്ടായി. എത്ര മോശമായിട്ടുള്ള ഒരു താക്കീതായിരുന്നു, ഒരു മഴയായിരുന്നു എന്ന് അല്ലാഹു അവിടെ പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മത്വർ എന്ന് ഖുർആനിൽ പ്രയോഗിച്ചത് ശിക്ഷയായി കൊണ്ട് ഇറക്കിയ മഴയെയാണ് അല്ലാഹു കൂടുതലും മത്വർ എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത്. കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മാക്ക്, ആകാശത്ത് നിന്ന് അവൻ മാക്ക് ഇറക്കിയിട്ടുണ്ട്. സൂറത്ത് ഖാഫിൽ 9-ാമത്തെ വചനം, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അവനാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും അനുഗ്രഹീതമായിട്ടുള്ള വെള്ളം ഇറക്കിയത്. അവിടെ അല്ലാഹു അനുഗ്രഹീതമായിട്ടുള്ള വെള്ളം, മാക്ക് എന്ന് മഴയെ പരിചയപ്പെടുത്തി. അല്ലെ, മഴയില്ലാതെ ജീവനുണ്ടോ? മഴയില്ലാതെ അനുഗ്രഹമുണ്ടോ? എല്ലാ അനുഗ്രഹത്തിന്റെയും ആധാരമാണ് മഴ എന്ന് പറയുന്നത്. ജീവന്റെ തുടിപ്പിന്റെ കണികയാണ് മഴ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ജീവന്റെ തുടിപ്പ് നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനാണ് ആകാശത്തു നിന്നും അൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക,
അനുഗ്രഹീതമായിട്ടുള്ള വെള്ളം ഇറക്കിയത്, അനുഗ്രഹീതമായിട്ടുള്ള മഴ വർഷിപ്പിച്ചത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ എന്നാണ് പ്രയോഗിച്ചത്. ഇനി വീണ്ടും കാണാൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ പരിചയപ്പെടുത്തി അൽ വദ്ത്ത്, മറ്റൊരു പദം അൽ വദ്ത്ത് എന്ന പദത്തിലൂടെ മഴയെ പരിചയപ്പെടുത്തി. മഴയുടെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ആ സ്ഥലത്ത് അല്ലാഹു മഴയെ പറ്റി പറഞ്ഞത് അൽ വദ്ത്ത് എന്നാണ്. സൂറത്തു നൂറിന്റെ 43-ാമത്തെ വചനം, അലം തറ അന്നല്ലാഹ യസ്ജി സഹാബ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله. സൂറത്തു നൂറിന്റെ 43-ാമത്തെ വചനം. അലം തറ, നീ കണ്ടില്ലേ, നീ നോക്കുന്നില്ലേ, നീ ചിന്തിക്കുന്നില്ലേ? അന്നല്ലാഹു യസ്ജി സഹാബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ ആ കാർമേഘങ്ങളെ അവൻ കൂട്ടിയോജിപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർമേഘങ്ങളെ അല്ലാഹു ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് ആ കാർമേഘങ്ങളെ അവൻ കൂട്ടിയോജിപ്പിക്കുന്നു. സുമ്മ യജഅലുഹു റുകാമ, അതിനെ അടുക്കുകളാക്കി വെക്കുന്നു. ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി, ആ മേഘക്കീറുകൾക്കുള്ളിൽ നിന്ന് വെള്ളത്തെ അവൻ ഇറക്കി കൊണ്ടുവരുന്നു. അവിടെ മഴയെ പരിചയപ്പെടുത്തിയ പദം അൽ വദ്ഖ് എന്നാണ്. വദ്ഖ് അല്ലേ? വൈഫ്, മത്തർ, മാഹ്, വദ്ഖ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് മഴയെ പരിചയപ്പെടുത്തിയത് സ്വയ്യിബ് എന്നാണ്. സ്വയ്യിബ് സൂറത്തു ബഖറയുടെ 19-ാമത്തെ വചനം, ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതും വറഅദും വബറഖ്. സൂറത്തു ബഖറയുടെ 19-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിചയപ്പെടുത്തിയത് സ്വയ്യിബ് എന്നാണ്. ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന പേമാരി, ആകാശത്ത് നിന്ന് വന്നിറങ്ങുന്ന പേമാരി, ഫീഹി ളുലുമാത്, അതിൽ ളുലുമാത്തുകളുണ്ട്, അന്ധകാരങ്ങളുണ്ട്, വറഅദ് വബർഖ്, ഇടിയുണ്ട്, മിന്നലുണ്ട് എന്നൊക്കെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് അല്ലാഹു മഴയെ പറ്റി പറഞ്ഞത് സ്വയ്യിബ് എന്നാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തരം മഴയെ പറയുന്നു. അത് വാബിൽ എന്നാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് വാബിലാണ്, മറ്റൊന്ന് ത്വല്ലാണ്. അതും സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വമഥലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം കമഥലി ജന്നത്തിൻ ബിറബ്വത്തിൻ അസ്വാബഹാ വാബിൽ فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. സൂറത്തു ബഖറയിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് വമഥലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അവിടെ ഒരു ഉപമയായി കൊണ്ടാണ് അല്ലാഹു മഴയെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയുള്ള ആളുകളെ ഉപമിച്ചത്? അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് അല്ലാഹു ചെലവഴിക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു ഉപമിക്കുന്നത് ഒരു മഴയോടാണ്. എങ്ങനെയുള്ള മഴ? കമസലി ജന്നത്തിൻ ബിറബ്വത്തിൻ അസ്വാബഹാ വാബിൽ, ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടം, ആ തോട്ടത്തിന് ശക്തമായി കൊണ്ടുള്ള മഴ ലഭിച്ചാൽ അവിടെ വാബിൽ എന്ന പ്രയോഗിച്ചത്. വാബിൽ, ശക്തമായിട്ടുള്ള മഴ. അതിന് ഒരുപാട് വെള്ളം കിട്ടുകയും അവിടെയുള്ള ആ തോട്ടത്തിൽ അതിന്റെ ഫലം ഇരട്ടിയായിക്കൊണ്ട് നൽകുകയും ചെയ്യും. അങ്ങനെ കുറെ മഴയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയാൽ പോലും അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി കൃത്യമായി കൊണ്ട് കണ്ടറിയുന്നവനാണ്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് 2 വാക്കുകൾ. ഒന്ന് വാബിലാണ്, നല്ല മഴ, ശക്തമായിട്ടുള്ള മഴ. അത് പിന്നെ ആ തോട്ടത്തിൽ, അതായത് ആ ഉയർന്ന പ്രദേശത്തുള്ള തോട്ടത്തിൽ, വെള്ളം കയറാത്ത ഉയർന്ന പ്രദേശത്തുള്ള തോട്ടത്തിൽ ലഭിക്കും. അവിടെയുള്ള കായ്ക്കനികൾ ഇരട്ടിയായിക്കൊണ്ട് നൽകും. ഇനി അതിൽ ചെറിയൊരു മഴ കിട്ടിയാൽ പോലും അവിടെ അത് ഫലം നൽകുന്നതാണ് എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മഴയെ പരിചയപ്പെടുത്തിയത് 2 വാക്കുകൾ. ഒന്ന് വാബിലും ഒന്ന് ത്വല്ലുമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 60-ലധികം സ്ഥലങ്ങളിൽ മനുഷ്യരോട് മഴയുമായി ബന്ധപ്പെട്ട് സംവദിക്കുന്നുണ്ട്.
അതാണ് മഴ എന്ന് പറയുന്നത്. അതിങ്ങനെ പെയ്ത് ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ കുത്തി ഒലിച്ചു പോകുന്ന കേവലം ഒരു വെള്ളമല്ല, മറിച്ച് ആ മഴയ്ക്ക് മാനവരാശിയോട്, മനുഷ്യരോട്, വിശ്വാസികളോട് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ദൃഷ്ടാന്തവുമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ പരിചയപ്പെടുത്തിയത്. നാളെ പരലോകത്ത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്നറിയോ? അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം വെള്ളത്തെ കുറിച്ചാണ്. അള്ളാഹു ചോദിക്കുമെന്ന അലം നുറബ്ബിക മിൻ മാഇൻ ബാരിദ്, അല്ലയോ മനുഷ്യ, നല്ല ശുദ്ധമായ, സ്വച്ഛമായ, തെളിമയാർന്ന വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ നൽകില്ലയോ? അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം. വേറെ വലിയെന്തോ കൊട്ടാരങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയതിനെ പറ്റിയിട്ട് ഒന്നുമല്ല. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം അലം നുറബ്ബിക മിൻ മാഇൻ ബാരിദ്, മനുഷ്യ, സ്വച്ഛമായ, കലർപ്പില്ലാത്ത, ശുദ്ധമായിട്ടുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളം നിനക്ക് കുടിക്കാൻ നൽകിയിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ മഴ, അതിന് ഒരുപാട് വർത്തമാനങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം തന്നെ മഴ മനുഷ്യന് നൽകുന്ന വലിയൊരു താക്കീതുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. മഴ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു തെളിവായിക്കൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വെക്കുകയാണ്. എന്തിന്റെ തെളിവ്? ഈ ലോകത്തുള്ള മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞാൽ മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് അതിനുശേഷം നീ മരിച്ചു മണ്ണടിഞ്ഞാലും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിനക്കൊരു പുനർജീവനമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത് ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. സൂറത്തു ഫാത്തിറിന്റെ 9-ാമത്തെ വചനമാണ്. അല്ലാഹു പറയാണ്, വല്ലാഹു അല്ലദീ, അവനാണ്, അല്ലദീ അർസല റിയാഹ, കാറ്റിനെ അയച്ചവനാണ് അവൻ. കാറ്റിനെ അയച്ചു, അതിലൂടെ മേഘങ്ങളെ അവനിങ്ങനെ തെളിച്ചു കൊണ്ടുവന്നു. ആ മേഘക്കീറുകൾ അവൻ പറഞ്ഞയച്ചത് മയ്യിത്തായിട്ടുള്ള ഭൂമിയിലേക്കാണ്, നിർജീവമായിട്ടുള്ള ഭൂമിയിലേക്കാണ്. അല്ലെ, ശക്തമായിട്ടുള്ള വേനൽ, മഴ നിന്നു പോയാലുള്ള അവസ്ഥ നമുക്കറിയാം. വെള്ളം കിട്ടാതെ ഭൂമി വറ്റി വരണ്ട്, ഒരു തുള്ളി വെള്ളം കിട്ടാതെ പക്ഷികളും പറവകളും ഒക്കെ ചത്തൊടുക്കുന്ന, കന്നുകാലികൾ ചത്തൊടുക്കുന്ന അവസ്ഥ. മനുഷ്യന് പോലും ഒരു തുള്ളി കുടിക്കാനില്ലാതെ എല്ലാം വറ്റി വരണ്ട്, കത്തിക്കരിഞ്ഞ് ചാരമായി നിൽക്കുന്ന, മരിച്ച ഭൂമി, നിർജീവമായ ഭൂമി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഭൂമി. അല്ലെ, അങ്ങനെയുള്ള വറ്റി വരണ്ട്, ജീവന്റെ തുടിപ്പ് ബാക്കിയാകാത്ത രീതിയിൽ വറ്റി വരണ്ട ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ കാർമേഘങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആ ഭൂമിയിലേക്ക് അവൻ മഴയെ വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ലാഹു പറയുകയാണ് ശുദ്ധ ഖുർആനിൽ. അല്ലാഹു പറയുന്നു, കദാലികൻ നുശൂർ ഫഅഹീനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. നാം ആ മരിച്ച ഭൂമിയെ ഈ വെള്ളം കൊണ്ട് ജീവിപ്പിക്കുന്നു, സജീവമാക്കുന്നു. അല്ലെ, ആ വറ്റി വരേണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നു. അവിടെ ഇതാ നമ്മൾ പോലും കാണാത്ത ഒരുപാട് സസ്യലതാദികൾ ഇങ്ങനെ മുളച്ചു പൊന്തുകയാണ്. അങ്ങനെ മുളച്ചു പൊന്തുകയാണ്, തിങ്ങി വളരുകയാണ്. ആ നിർജീവമായ ഭൂമിയെ അല്ലാഹു സജീവമാക്കുന്നു. ഇതിൽ വലിയ പാഠമുണ്ട് മനുഷ്യനിലേക്ക്. അഹങ്കാരിയായിട്ടുള്ള, പുനർജീവിതത്തെ നിഷേധിച്ചു കളയുന്ന, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന മനുഷ്യ, നീ ഒന്ന് നോക്കുക. ആ സസ്യലതാദികളെ അവൻ എപ്രകാരമാണോ മുളപ്പിച്ചത്, അതുപോലെ എന്നെയും എന്റെ മരണത്തിന് ശേഷം അല്ലാഹു കൊണ്ടുവരാൻ പുനർജീവിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ് എന്നുള്ള വലിയൊരു താക്കീത്, വലിയൊരു പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയിലൂടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഇതുപോലെ തന്നെയാണ് ഭൂമി. ഈ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിങ്ങനെ ഈയാമ്പാറ്റുകൾ പൊടിയുന്നത് പോലെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും.
അല്ലെ? ഖബറുകളിൽ നിന്ന് മനുഷ്യരിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ്. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് മഴ പെയ്താൽ മണ്ണിൽ നിന്നും ഈയാമ്പാറ്റകൾ മഴപ്പാറ്റകൾ പൊടിയുന്നത് പോലെ ഖബറിൽ നിന്നും മനുഷ്യരിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും. ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. ഈ മഴ എന്ന് പറയുന്നത് നമുക്ക് റീൽസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ കണ്ടാസ്വദിക്കാനോ ഒന്നും വേണ്ടി മാത്രമല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ അത് വലിയ താക്കീതാണ്, വലിയ പാഠമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭങ്ങളിൽ മേഘക്കീറുകളുള്ള സന്ദർഭങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുർ റീഹി വൽ ഗൈമ, നല്ല ശക്തമായ കാറ്റടിക്കുമ്പോ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോ അത് പ്രവാചകന്റെ മുഖത്ത് പ്രകടമാകുമായിരുന്നു. പ്രവാചകന്റെ ഉള്ളിലുള്ള ഭയം മുഖത്ത് പ്രകടമാകുമായിരുന്നു. പ്രവാചകൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പ്രവാചകൻ ഇങ്ങനെ ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോ ആകാശം മേഘാവൃതമാകുമ്പോ പ്രവാചകൻ ഭയപ്പാടുകൊണ്ട് ആ ഭയം പ്രവാചകന്റെ മുഖത്ത് കാണുമായിരുന്നു. പ്രവാചകനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോ പ്രവാചകൻ ആശ്വാസം, പ്രവാചകൻ സന്തോഷിക്കും. കാലത്ത് ആയിഷ ഇത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫഖാല ഇന്നി ഖശീതു അൻ യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി. ആയിഷ, ഞാൻ പേടിച്ചതാണ്, ഞാൻ ഭയപ്പെട്ടതാണ്, അല്ലാഹു എങ്ങാനും എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ശിക്ഷയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി ആയിഷ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ മഴയിൽ അല്ലെങ്കിൽ അങ്ങനെ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോ ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോ പ്രവാചകൻ അതിന് ഭയപ്പെട്ടിരുന്നു. ആ ഭയം പ്രവാചകന്റെ മുഖത്ത് പ്രകടമായിരുന്നു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഴ എന്ന് പറയുന്നത് അതിങ്ങനെ പ്രകൃതിയുടെ ഓരോരോ താളമായിട്ട് കേവലം നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല, മറിച്ച് വളരെ ഗൗരവത്തിൽ വളരെ ചിന്തിച്ചുകൊണ്ട് അതിനെ കാണാനും അതിനെ സൂക്ഷ്മമായിക്കൊണ്ട് ആ വിഷയത്തെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കി തീർക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനുള്ളതാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനൊക്കെ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലയിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന ഈ മധുര മഴ എന്നുള്ളത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭത്തിലും അത് പരീക്ഷണമായിക്കൊണ്ടും ശിക്ഷയായിക്കൊണ്ടും മഴയെ പറഞ്ഞയച്ചിട്ടുണ്ട്. മുൻപകാലങ്ങളിലുള്ള മുൻ സമുദായങ്ങളിൽ അല്ലാഹു വ്യത്യസ്ത സമുദായങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചത് ഈ മധ്വറായിരുന്നു, മഴയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി, ഒരു നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, റബ്ബിന്റെ ഔദാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശക്തമായിട്ടുള്ള മഴ പെയ്ത് കെട്ടിപ്പൊക്കിയ സൗധങ്ങൾ, ജീവിതത്തിന്റെ ഒരു പുരുഷായുസിന്റെ സ്വപ്നമായിരുന്ന ഒരു ഭവനം എന്നുള്ളത് ഒരു നിമിഷം നേരം കൊണ്ടാണ് തകർന്ന് തരിപ്പണമായി തീർന്നിട്ടുള്ളത്. ഇത് ആർക്കും സംഭവിക്കാം, അല്ലെ? നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ്, നമ്മുടെ മേന്മ കൊണ്ടല്ല. എന്തിനു വേണ്ടിയിട്ടാ? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അഷ്കുർ അം അക്ഫുർ, നന്ദി കാണിക്കുന്നുണ്ടോ? അതല്ല, നന്ദി കേടാണോ കാണിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ടും ചുറ്റുഭാഗത്തെ കണ്ണൊഴിക്കുമ്പോൾ, ഈ കരളലിപ്പിക്കുന്ന വേദനജനകമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ
ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ എന്റെ ജീവിതത്തിലേക്കൊന്ന് മടങ്ങാൻ, എന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ ഇനിയും മനുഷ്യ നീ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നുള്ള അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഗൗരവത്തിൽ അല്ലാഹുവിനെ ധാരാളം ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഈ മഴയുടെ കെടുതിയിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാൻ സാധിക്കണം, അല്ലെ? ആ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ബക്കറ്റോ ഒരു പാട്ടയോ നമ്മളാൽ കഴിയുന്ന പൈസ കൊണ്ട് നൽകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഹൈറായിരിക്കും, അത് വലിയ നന്മയായിരിക്കും. റബ്ബിന്റെ അടുക്കൽ പ്രീതിയോടുകൂടി താന്റെ പ്രീതി കിട്ടണം ആഗ്രഹിച്ചുകൊണ്ട് നമുക്കത് ചെലവഴിക്കാൻ കഴിയണം, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ പള്ളിയെടുക്കുന്ന കളക്ഷൻ പോലും. കേരളത്തിന്റെ മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ അതിൽ നമ്മുടെ ഒരു വിഹിതം ഉണ്ടാകണം. ഒരു പാട്ടയെങ്കിലും ഒരു പായെങ്കിലും ആ പൈസ കൊണ്ട് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ, അല്ലെ? നമുക്ക് നേരിട്ട് പോയി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് പൈസ കൊടുത്താൽ അത് എത്തിക്കേണ്ട ആളുകൾ അവിടേക്ക് എത്തിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ കളക്ഷൻ. സ്ത്രീകളും പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇത് മഴ മറ്റുള്ള ആളുകൾക്ക് വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് പരീക്ഷണമാണ്. നമുക്ക് വെള്ളം കയറാതെ നല്ല വീടുണ്ടോ, അതിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അകപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് അല്ലാഹു നോക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ ഈ മഴ മൂലം പ്രയാസപ്പെടുന്ന ആൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. പറയൂല, ആരോടും പറയൂല. നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി നിത്യവേല ചെയ്യുന്ന ആളുകളുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ വലിയ പ്രയാസത്തിലായിരിക്കും, വലിയ വിഷമത്തിലായിരിക്കും, വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. അവരെ ബൈക്ക് മേലെ മുന്നോട്ട് പോകുന്നുണ്ടാവും, സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഉള്ളു നീറുകയാവും. അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് നമ്മളാൽ കഴിയുന്നത് രഹസ്യമായി കൊണ്ട് ചെന്നെത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ മഴയുടെ പ്രയാസത്തിൽ നിന്ന്, കെടുതികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവേ, നിങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഈ മഴ പോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ, നീ റഹ്മാനായിട്ടുള്ള തമ്പുരാനെ, നീ ആശ്വാസം നൽകണ റഹ്മാനെ, നീ ആശ്വാസം നൽകണ റഹ്മാനെ, നീ ആശ്വാസം നൽകണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم حوالينا ولا علينا، اللهم على الآكام والغراب وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا، اللهم على الآكام والغراب وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا، اللهم على الآكام والغراب وبطون الأودية ومنابت الشجر. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.